ടിങ് ടോണിക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ 3rd സ്റ്റാൻഡേർഡിലെ EVSന്റെ ഫസ്റ്റ് ചാപ്റ്ററായ ഗ്രീൻ എർത്ത് ഹരിതഭൂമി അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ എന്താണ് ഗ്രീൻ ഹൗസ് എന്നും പാർട്സ് ഓഫ് പ്ലാന്റ്സ് എന്താണെന്നും ഹെർബ് എന്താണെന്നും ഷബ്സ് എന്താണെന്നും ട്രീസ് എന്താണെന്നും ഒക്കെ വിശദമായിട്ട് പഠിച്ചു. അതിനെ എക്സാമ്പിളൊക്കെ പഠിച്ചു. നമുക്കിന്ന് പഠിക്കാനുള്ളത് എന്താണെന്ന് നോക്കാം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വൈൻ പ്ലാന്റ്സ് വള്ളിച്ചെടികളെ കുറിച്ചാണ് പറയാനുള്ളത്. നമ്മൾ ആദ്യത്തേതിൽ ഹെർബ്സ് ഷബ്സും ട്രീസും ഒക്കെ എന്താണെന്ന് പഠിച്ചു. അടുത്ത് വള്ളിച്ചെടികൾ വൈൻ പ്ലാന്റ്സ് നോക്കൂ. ഫ്രണ്ട്സ്, വി ആർ വൈൻ പ്ലാന്റ്സ്, വി ടു ആർ ഹിയർ. കൂട്ടുകാരെ, ഞങ്ങൾ വള്ളിച്ചെടികൾ, ഞങ്ങളും ഇവിടെയുണ്ട്. അപ്പൊ ഹെർബ്സ് ഷബ്സ് ട്രീസ് മാത്രമല്ല, അടുത്തെന്താണ് വൈൻ പ്ലാന്റ്സും ഉണ്ട്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? ഈ പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്താണ്? വൈൻ പ്ലാന്റ്സ് വള്ളിച്ചെടികൾ എന്ന് പറഞ്ഞാൽ മത്തൻ കുക്കുംബറൊക്കെ പൊടിച്ചു കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് നിരീക്ഷിച്ചു നോക്കുക. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. എന്തെല്ലാമാണ് ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ? വള്ളികളായി പടരുന്നു. എന്തോന്നാണ്? സ്പ്രെഡ്സ് ലൈക്ക് എ ക്രീപ്പർ, കനോട്ട് സ്റ്റാൻഡ് അപ്പ് എലോൺ. അവ നിവർന്നു നിൽക്കാൻ കഴിയില്ല. പടർന്നല്ലേ പോകുന്നത്. അവയ്ക്ക് നിവർന്നു നിൽക്കാൻ കഴിയില്ല. എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് പറയുന്നത്? വള്ളികളായി പടർന്നു പോകുന്നു, നിവർന്നു നിൽക്കാൻ കഴിയില്ല. സ്പ്രെഡ്സ് ലൈക്ക് എ ക്രീപ്പർ, കനോട്ട് സ്റ്റാൻഡ് അപ്പ് എലോൺ. പിന്നെ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് നിരീക്ഷിച്ച് നിങ്ങളടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ്? കനോട്ട് സ്റ്റാൻഡ് അപ്പ് എലോൺ. പിന്നെ their stem is weak. തണ്ടിന് ബലം തീരെ കുറവായിരിക്കും. they cannot stand erect. ഒറ്റയ്ക്ക് നിൽക്കാൻ അവയ്ക്ക് കഴിയില്ല. പിന്നെന്താണ്? മറ്റേതെങ്കിലും സസ്യത്തിന്റെ തണ്ടിനെ ചുറ്റിപ്പിണഞ്ഞ് നിൽക്കുന്നു. സം ഓഫ് ദം ക്ലൈംബ് ഓൺ സപ്പോർട്ട്. അപ്പൊ എങ്ങനെയാണ്? സ്പ്രെഡ് ലൈക്ക് എ ക്രീപ്പർ, വള്ളികളായി പടരുന്നു. കനോട്ട് സ്റ്റാൻഡ് അപ്പ് എലോൺ, ഒറ്റയ്ക്ക് നിവർന്നു നിൽക്കാൻ കഴിയില്ല. their stems is weak. തണ്ടിന് ബലം തീരെ കുറവായിരിക്കും. they cannot stand erect. ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല. മറ്റേതെങ്കിലും സസ്യത്തിന്റെ തണ്ടിനെ ചുറ്റിപ്പിണഞ്ഞായിരിക്കും നിൽക്കുന്നത്. സം ഓഫ് ദം ക്ലൈംബ് ഓൺ സപ്പോർട്ട്. ഇത് ഒന്നാമത്തത്, ഇത് രണ്ടാമത്തത്, ഇത് 4, 5 കാര്യങ്ങളാണുള്ളത്. ഓക്കെ, അതിന്റെ പ്രത്യേകതകൾ മനസ്സിലായല്ലോ വൈൻ പ്ലാന്റ്സിന്റെ വള്ളിച്ചെടികളുടെ. അടുത്ത് നോക്കാം. വൈൻ പ്ലാന്റ്സ് ആർ ഓഫ് 2 ടൈപ്സ്. ഈ വൈൻ പ്ലാന്റ്സ് വള്ളിച്ചെടികൾ തന്നെ എത്രയുണ്ട്? 2 തരമുണ്ട്. ദോസ് ദാറ്റ് സ്പ്രെഡ് ആൻഡ് ഗ്രോ എലോങ് ദ ഗ്രൗണ്ട്, നിലത്ത് പടർന്നു വളരുന്നവയും. പിന്നെന്തോന്നാണ്? ആൻഡ് ദോസ് ദാറ്റ് ഗ്രോ അപ്വേർഡ്സ് ബൈ ഹോൾഡിംഗ് ഓൺ ടു ഓർ ബൈ സ്പ്രെഡിംഗ് എലോൺ എ സപ്പോർട്ട്. നിലത്ത് പടർന്നു വളരുന്നവയും താങ്ങിൽ പറ്റിപ്പിടിച്ചോ പടർന്നോ മുകളിലേക്ക് വളരുന്നവയുമായിട്ട് 2 തരത്തിലുണ്ട് വൈൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഈ കുക്കുംബർ പോലെയും വാട്ടർമെലൺ പോലെയൊക്കെ പടർന്നു പോകുന്നതും, പിന്നെ എന്തോന്നാണ്? ഗ്രേപ്സ് പോലെ ബിറ്റർ ഗോർഡ് പോലെയൊക്കെ പറ്റിപ്പിടിച്ചു പോയിട്ട് അങ്ങനെ പടർന്നു പോകുന്നത്. അങ്ങനെ വൈൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത് 2 തരത്തിൽ ഉണ്ട്. ഓക്കെ, അടുത്ത് നോക്കാം. പ്ലാന്റ്സ് ഇൻ വാട്ടർ. സസ്യങ്ങൾ ജലത്തിലുള്ള സസ്യങ്ങളാണ്. പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ ആർ വാട്ടർ പ്ലാന്റ്സ്. അപ്പോൾ എന്താണ് വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്? ജലത്തിൽ വളരുന്ന സസ്യങ്ങളാണ് വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ജലത്തിൽ വളരുന്ന സസ്യങ്ങളെ ജലസസ്യങ്ങൾ എന്ന് പറയുന്നു. എന്താണ്? ജലത്തിൽ വളരുന്ന സസ്യങ്ങളെ ജലസസ്യങ്ങൾ എന്ന് പറയുന്നു. വാട്ടർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ഗ്രോ ഇൻ വാട്ടർ കാൾഡ് വാട്ടർ പ്ലാന്റ്സ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? ഈ പ്ലാന്റ്സിന് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്? നമ്മൾ കണ്ടിട്ടുണ്ട്. വെള്ളത്തിൽ വളരുന്ന ഏതാണ്? ലോട്ടസ് എടുത്താൽ തന്നെ അറിയാം അല്ലേ? കൂടുതൽ ജലസസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ ലോട്ടസിനെ എടുത്താൽ അതിന്
അതിൻ്റെ വേരെന്ന് പറയുന്നത് അങ്ങ് ആഴത്തിൽ നീളമുള്ളതായിരിക്കും, വലിയ ഇലകളായിരിക്കും. അതായത് ഫ്ലോട്ട് ചെയ്ത് വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കത്തക്ക രീതിയിലുള്ള വലിയ ഇലകളായിരിക്കും. ഓക്കെ, ജലത്തിൽ വളരുന്ന സസ്യങ്ങളാണിത്. ഇതിന് ഉദാഹരണം ജലത്തിൽ വളരുന്ന സസ്യങ്ങൾക്ക് ഏതൊക്കെ പറയാം? എക്സാമ്പിൾ: അസോള, ആഫ്രിക്കൻ പായൽ, ആമ്പൽ, കരിമ്പായൽ, കുളവാഴ, താമര. പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ വാട്ടർ ആർ കാൾഡ് വാട്ടർ പ്ലാന്റ്സ്. എക്സാമ്പിൾ: അസോല, ആഫ്രിക്കൻ മോസ്, ആംബർ, ബ്ലാക്ക് മോസ്, വാട്ടർ ഹയാൻസിസ്, ലോട്ടസ്. ഓക്കെ, ഇത്രയാണ് എന്തോന്നാണ് ജലത്തിൽ വളരുന്ന സസ്യങ്ങൾക്ക് എക്സാമ്പിൾ. ഓക്കെ, ജലത്തിൽ വളരുന്ന സസ്യങ്ങൾക്ക് എന്തോ വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയും. ഓക്കെ, അടുത്ത് നോക്കാം. എന്തോന്നാണ് ലൈഫ്സ് ഇൻസൈഡ് ദ സീഡ്? വിത്തിനുള്ളിലെ ജീവൻ. നമുക്ക് ഒരു വിത്ത് മുളച്ചു വരുന്നത് എന്തെല്ലാം പാർട്ടുകളായിട്ടൊക്കെയാണ് അത് മുളച്ചു വരുന്നത്. വൗ, ലൈറ്റ് അറൗണ്ട്, ഐ ആം എബോവ് ദ സോയിൽ. ഹായ്, വെളിച്ചം, ഞാൻ മണ്ണിന് മുകളിലെത്തി. ഒരു വിത്ത് മുളച്ച് പുറത്തു വന്നപ്പോഴത്തേക്ക് പറയുന്നതാണ്. ഫിൽ എ transparent glass with sand. Plant 3 or 4 pea seeds slightly under sand close to the glass. Wet the sand. Keep it for a few days. Observe a seed germinating. What changes can you see? Which part of seed will germinate first? How many days will it take the first leaf to sprout? Observe it and discuss your findings with ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം ഇൻ യുവർ എൻവയോൺമെന്റൽ ഡയറി. അതായത് ഒരു വിത്ത് മുളച്ചു വരുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ? സുതാര്യമായ ഒരു ഗ്ലാസ്സിൽ മണ്ണ് നിറയ്ക്കുക. 3-4 പയർ വിത്തുകൾ മണ്ണിൽ അല്പം താഴ്ത്തി ഗ്ലാസിനോട് ചേർന്ന ഭാഗത്ത് വയ്ക്കുക. മണൽ നനയ്ക്കുക. വിത്ത് മുളച്ചു വരുന്നത് നിരീക്ഷിക്കുക. എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? വിത്തിൽ നിന്ന് ആദ്യം മുളച്ചു വരുന്നത് ഏത് ഭാഗമായിരിക്കും? ആദ്യത്തെ ഇല വരാൻ എത്ര ദിവസം എടുത്തു? ഇതൊക്കെ നിങ്ങളടുത്ത് നിരീക്ഷിച്ച് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. വിത്തിനുള്ളിലെ ജീവൻ, ലൈഫ് വിത്തിൻ ദ സീഡ്. നോക്കുക, ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് പറഞ്ഞിരിക്കണം. മെറ്റീരിയൽസ് എന്തൊക്കെ വേണം? ഗ്ലാസ് ടംബ്ലർ എടുക്കുക, പീ സീഡ് എടുക്കുക, കോട്ടൺ, വാട്ടർ. ഏതൊക്കെ ആവശ്യമായ വസ്തുക്കൾ? ഗ്ലാസ് ടംബ്ലർ, പയർ വിത്ത്, പഞ്ഞി, വെള്ളം. ഇത്രയും കാര്യങ്ങൾ എടുക്കുക. എക്സ്പെരിമെന്റ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? പ്ലേസ് എ ഗ്ലാസ് ടംബ്ലർ ഫുൾ ഓഫ് വെറ്റ് കോട്ടൺ, പീ സീഡ്സ് ബിറ്റ്വീൻ കോട്ടൺ ആൻഡ് ഗ്ലാസ്. പുട്ട് ലൈറ്റ്ലി മോയ്സൺ ദ കോട്ടൺ പാഡ് ഡെയിലി. ഗ്ലാസ് ടംബ്ലർ നിറയെ നനഞ്ഞ പഞ്ഞി വയ്ക്കുക. പഞ്ഞിക്ക് ഗ്ലാസിനുമിടയിൽ പയർ വിത്തുക വയ്ക്കുക. ദിവസവും പഞ്ഞി ചെറുതായിട്ട് നനയ്ക്കുക. എന്നിട്ട് ഒബ്സർവേഷൻ ആണ്. ആഫ്റ്റർ 2 days സ്പ്രൗട്ട് എമേർജ്ഡ് ഫ്രം ദ പീ സീഡ്. ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ആ പീ സീഡ് പയർ വിത്തിൽ നിന്ന് മുള പുറത്തേക്ക് വന്ന് ആദ്യം വന്ന ഭാഗം താഴേക്കും പിന്നീട് വന്ന ഭാഗം മുകളിലേക്കും വരും. ഇവിടെ നോക്കിയാൽ അറിയാം ഓരോ ഘട്ടങ്ങളാണ്. ഇത് വിത്ത് നട്ട് അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു സംഭവം ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് നേരെ മണ്ണിനടിയിലോട്ട് പോവുകയാണ്. ഇത് നേരെ തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അത് മുകളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇത് റൂട്ടായിട്ട് മാറും, അത് സ്റ്റെമ്മായിട്ട് മാറും. ഓക്കെ, നിങ്ങൾ ഒബ്സർവ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. The part that came first down and later that grew up. Analyze the part of that goes down become the root. The upper part become the stem and leaf. അപ്പോൾ താഴേക്ക് പോയ ഭാഗം എന്തായിട്ട് മാറുന്നു? വേരായിട്ട് മാറുന്നു. മുകളിലേക്ക് വന്ന ഭാഗം എന്തോന്ന്? തണ്ടും ഇലയായിട്ടും ഒക്കെ മാറുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാകാൻ? നിഗമനം എന്തോന്നാണ്? കൺക്ലൂഷൻ: when the seed germinate, the first part that emerges become the root. ആദ്യം പുറത്തേക്ക് വരുന്ന വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം വേരായി മാറുകയാണ് ചെയ്യുന്നത്. emerge become the root. റൂട്ടായിട്ടാണ് മാറുന്നത്. ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗം എന്തോന്നായിട്ട് മാറുന്നു? റൂട്ടായിട്ട് മാറുന്നു. ഓക്കെ, മൈ പ്ലാന്റ്. നോക്കൂ, ഞാനും എൻ്റെ ചെടിയും. Germinate seed in your home. You should plant the seed where there is light. When the seed germinate and the plant grows, give it the manure needed.
will you observe more leaves sprouted in the plant, the stem growing, flowers and fruits appearing? Prepare an activity report like the sample given along the പിക്ചേഴ്സ്. ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ഞാനും എൻ്റെ ചെടി എന്നുള്ള നിങ്ങളുടെ പരിസരത്ത് ഒരു വിത്ത് മുളപ്പിച്ച് വളർത്തി നോക്കുക. എന്നിട്ട് വെളിച്ചമുള്ളിടത്ത് വേണം വിത്ത് നടാൻ. വിത്ത് മുളച്ച് ചെടി വളരുമ്പോൾ ആവശ്യത്തിന് വളവും നൽകണം. സസ്യത്തിൽ കൂടുതൽ ഇലകൾ വരുന്നതും തണ്ട് വളരുന്നതും പൂക്കൾ വിരിയുന്നതും കായ്കൾ ഉണ്ടാകുന്നതുമൊക്കെ നിരീക്ഷിക്കണം. ഫുള്ളായിട്ട് നിരീക്ഷിച്ചിട്ട് നൽകിയിരിക്കുന്ന മാതൃകയിൽ ഒരു പ്രവർത്തന റിപ്പോർട്ട് സഹിതം തയ്യാറാക്കാനാണ്. വിത്തിന്റെ പേര്, നിങ്ങൾ എന്ത് വിത്താണ് നട്ടതെന്നുള്ളത്, സീഡ് ടൈപ്പ് എന്താണെന്ന്, വിത്ത് നട്ട തീയതി, എന്നാണ് നിങ്ങളത് നട്ടതെന്നുള്ളതും, ദ ഡേറ്റ് ഓഫ് ജെർമിനേഷൻ മുള വന്ന ദിവസം, പിന്നെ ദ ഡേറ്റ് ഓഫ് ഫസ്റ്റ് സ്പ്രൗട്ട് ആദ്യമായിട്ട് ആദ്യ ഇല വിരിഞ്ഞ തീയതി, പിന്നെ എന്തോന്നാണ് ദ ഡേറ്റ് ടു ലീവ്സ് അപ്പിയർ രണ്ടാമത്തെ ഇല വന്ന തീയതി. അത് കഴിഞ്ഞിട്ട് ദ ചേഞ്ചസ് ഇൻ ദ പ്ലാന്റ്സ് ഇൻ 7 days 7 ദിവസം കഴിഞ്ഞപ്പോൾ ചെടിക്കുണ്ടായ വ്യത്യാസങ്ങൾ കണ്ടെത്താനാണ്. അതിന്റെ ഹൈറ്റില്, തിക്നെസ് ഉയരത്തില്, വണ്ണത്തില്, നമ്പർ ഓഫ് ലീവ്സ് ഇലകളുടെ എണ്ണത്തില് ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കാനാണ്. ദ ഡേറ്റ് ഓഫ് ഫ്ലവറിങ് എപ്പോഴാണ് ആ ചെടി പൂത്തതെന്ന്, ദ ഡേറ്റ് ഓഫ് ഫ്രൂട്ട് അപ്പിയറിങ് എപ്പോഴാണ് അതിന്റെ കാ വന്നതെന്നൊക്കെ നിങ്ങൾ ഫുള്ളായിട്ട് ഒരു ചെടിയെ കുറേ നാൾ നിരീക്ഷിച്ച് അതിൻ്റെ ഓരോരോ പ്രവർത്തനങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മൈ പ്ലാന്റ്, ഞാനും എൻ്റെ ചെടിയും എന്ന ഒരു പ്രവർത്തന റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ടിവിറ്റി റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് ചെയ്തു നോക്കണം. അപ്പം നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാവും. നമ്മൾ ഇങ്ങനെ വായിക്കുന്നതിനേക്കാളും ഈ ചെയ്തു നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡിൽ അതങ്ങനെ തന്നെ ഇരിക്കും. ഓക്കെ, നോക്കൂ. പ്ലാന്റ്സ് നോട്ട് ഓൺലി ഫ്രം സീഡ്, വിത്തിൽ നിന്നല്ലാതെയും ചെടികൾ. നമ്മളിപ്പം വിത്തിൽ നിന്ന് ചെടി മുളച്ചു വരുന്ന കാര്യം പറഞ്ഞു. വിത്തിൽ നിന്നല്ലാതെയും നമുക്ക് ചെടികൾ ഉണ്ടാകുന്നുണ്ട്, അല്ലേ? സി ദ സാപ്ലിങ്സ്, ദേ വെയർ ഫോംഡ് ഫ്രം ദ റൂട്ട് ഓഫ് ദ കറി ലീഫ് പ്ലാന്റ്. രണ്ട് കുട്ടികൾ തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ഈ കറിവേപ്പിന്റെ വേരിൽ നിന്നുണ്ടായ തൈകളാണ് ഇതെല്ലാം. ഒരു കറിവേപ്പ്, അതിന്റെ താഴ്ഭാഗത്തായിട്ട് വേരിൽ തൈകൾ നിൽക്കുന്ന കണ്ടോ? But the saplings of the miracle leaf plant, ഇലമുളച്ചി, ആർ ഫോംഡ് ഫ്രം their leaves. അപ്പൊ അടുത്തൊരു കുറിച്ച് പറയാണ്, ഇലമുളച്ചിയുടെ തൈകൾ ഇലയിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. അപ്പൊ വേരിൽ നിന്നുണ്ടാകുന്നതിന്റെ കാര്യവും പറഞ്ഞു, കറിവേപ്പൊക്കെ വേരിൽ നിന്നുണ്ടാകുന്നതിന്റെ കാര്യവും പറഞ്ഞു, പിന്നെ എന്തോന്നാണ്, ലീവ്സിൽ നിന്നുണ്ടാകുന്നതിന്റെ കാര്യവും പറഞ്ഞു. റൂട്ടിൽ നിന്ന് ലീവ്സിൽ നിന്നുണ്ടാകുന്നത്. ഇതിൽ ഇലമുളച്ചിയുടെ കാര്യം പറയുന്നുണ്ട്, വേരിൽ നിന്നുണ്ടാകുന്നതിലെ കറി ലീഫിന്റെ കാര്യം. ഓക്കെ, നോക്ക്. സൈറ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഡിസൈഡഡ് ടു പ്ലാന്റ് ചെത്തി, ഹെബിസ്കസ്, നിശാഗന്ധി, റോസ്, പംകിൻ, മാംഗോ ട്രീ, ജാസ്മിൻ and the school biodiversity garden. Classify these plants according to their plant part of them is planted. ഫൈൻഡ് ഔട്ട് മോർ പ്ലാന്റ്സ് ഇൻ ദീസ് കാറ്റഗറീസ്. അപ്പോൾ സൈറയും ഫ്രണ്ട്സും കൂടെ കുറെ ചെടികൾ അവരുടെ ബയോഡൈവേഴ്സിറ്റി, സ്കൂളിലെ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ നട്ടു. അത് ഏതൊക്കെയാണെന്ന് ക്ലാസിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെത്തി, ഹിബിസ്കസ്, നിശാഗന്ധി, റോസ്, പംകിൻ, മാംഗോ ട്രീ, ജാസ്മിൻ ആൻഡ് കടപ്ലാവ് ഫോർ എക്സ്പാൻഡിങ്. ഇത്രയൊക്കെ അത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. സീഡിൽ നിന്ന് മുളച്ചു വരുന്നത് ഏതൊക്കെയാണെന്ന്. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനം വിപുലീകരിക്കുന്നതിനായി സൈറയും കൂട്ടരും ചേർന്ന് നടുന്ന ഭാഗം അനുസരിച്ച് അവയെ തരംതിരിച്ചെഴുതുന്ന ഓരോ ഇനത്തിലും പെട്ട കൂടുതൽ ചെടികൾ കണ്ടെത്തി എഴുതാനാണ്. സീഡിൽ നിന്ന് വരുന്നത് ഏതൊക്കെ ഏതാ? നമുക്ക് പപ്പായ, സോപ്പ്, ഗുവ, വാട്ടർമെലൺ, ജാക്ക് ഫ്രൂട്ട്, മാംഗോ, ഇതൊക്കെ സീഡിൽ നിന്ന് വരുന്നതാണ്. മാംഗോ, പംകിൻ, അതൊക്കെ സീഡിൽ നിന്ന് വരുന്നതാണ്. വാട്ടർമെലനും പംകിനും ഒക്കെ സീഡ്, വിത്ത് മുളപ്പിച്ചാണ് വരുന്നത്. പിന്നെ അടുത്ത് റൂട്ടിൽ നിന്ന് വരുന്നത് ഏതൊക്കെയാണ്? കറി ലീഫ്, ബ്രീഡ് ലീഫ്, ചീമച്ചക്ക. കറിവേപ്പിലയും ചീമച്ചക്കയൊക്കെ വേരിൽ നിന്ന് പൊടിച്ചു വരുന്നതാണ്. സ്റ്റെം നമുക്ക് ഏതൊക്കെ പറയാം? റോസ്, ഹിബിസ്കസ്, എസോറ. ഹിബിസ്കസ്, റോസ്, ചെത്തി ഒക്കെ ഏതിൽ വരുന്നതാണ്? സ്റ്റെമ്മിൽ
നിന്ന് വരുന്നതാണ്. ലീഫിൽ നിന്ന് വരുന്നത് ഏതാണ്? ലൈഫ് പ്ലാന്റ്, അലോവേര ഒക്കെ ലീഫിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, നമുക്ക് ഏതൊക്കെ സീഡിൽ നിന്ന്? പപ്പായ, ഗുവ, വാട്ടർമെലൺ, ജാക്ക് ഫ്രൂട്ട്, മാംഗോ ഒക്കെ സീഡിൽ നിന്ന് മുളപ്പിച്ചെടുക്കുന്നതാണ്. റൂട്ട് വഴി കറി ലീഫ്, ബ്രീഡ് ഫ്രൂട്ട് ഒക്കെ റൂട്ട് വഴി മുളപ്പിച്ചെടുക്കുന്നതാണ്. സ്റ്റെം വഴി, കാണ്ടം വഴി ഏതൊക്കെ? റോസ്, ഹിബിസ്കസ്, എക്സോറ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ലീഫ് വഴി ലൈഫ് പ്ലാന്റ്, അലോവേര ഒക്കെ ഇല മുളപ്പിച്ച് എടുക്കുന്നതാണ്. ഓക്കെ, അടുത്ത് നോക്കാം. വിത്ത് മുളച്ചുണ്ടാകുന്ന സസ്യങ്ങൾ നമുക്ക് ഏതൊക്കെ പറയാം? പ്ലാന്റ്സ് ദാറ്റ് ജെർമിനേറ്റ് ഫ്രം സീഡ് ഏതൊക്കെ? പപ്പായ, പേരയ്ക്ക, തണ്ണിമത്തൻ, ചക്ക, ജാക്ക് ഫ്രൂട്ട്, ചക്ക, മാങ്ങ ഒക്കെ പറയാം. അതിൻ്റെ പിക്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അടുത്തത് ചീമച്ചക്ക, കറി ലീഫ്, ബ്രീഡ് ഫ്രൂട്ട്. അടുത്ത് കിഴങ്ങ് മുളച്ചുണ്ടാകുന്ന പ്ലാന്റ്സിനെ ഏതൊക്കെ പറയാം? ലെസറിയാം, എൽഫയാം, ടാരോ, പൊട്ടറ്റോ. ഇതൊക്കെ കിഴങ്ങ് മുളച്ചുണ്ടാകുന്നതാണ്. പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഫ്രം ട്യൂബേഴ്സ് വഴി കിഴങ്ങ് മുളച്ചുണ്ടാകുന്നവ ആണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചതെന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൈൻ പ്ലാന്റ്സിനെ കുറിച്ചാണ് പഠിച്ചത്. വൈൻ പ്ലാന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോന്നാണ്? വള്ളികൾ. അവയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? സ്പ്രെഡ് ലൈക്ക് എ ക്രീപ്പർ, cannot stand up alone, their stem is weak, they cannot stand erect, some of them climb on support. വള്ളികളായി പടരുന്നു, നിവർന്നു നിൽക്കാൻ കഴിയില്ല, തണ്ടിന് വെള്ളം തീരെ കുറവായിരിക്കും, ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല, മറ്റേതെങ്കിലും സസ്യത്തിന്റെ തണ്ടിനെ ചുറ്റിപ്പണഞ്ഞ് നിൽക്കുന്നു. ഇതൊക്കെയാണ് എന്തോന്നിന്റെ പ്രത്യേകത? വൈൻ പ്ലാന്റ്സിന്റെ പ്രത്യേകത. ഈ വൈൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത് എത്രയുണ്ട്? 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് തറയിൽ കൂടി പടർന്നു വളരുന്നത്, ഒന്ന് താങ്ങിൽ പടർന്നു വളരുന്നത്. Those that spread and grow along the ground and those that grow upwards by holding on to by spreading along a support. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്തോന്നാണ്? വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ച് പറഞ്ഞു. പ്ലാന്റ് അടുത്തിനി എന്തോന്നാണ്? തണ്ട് മുളച്ചുണ്ടാകുന്നത് റോസ്, ഹിബിസ്കസ്, എസോറ ഒക്കെ പറയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇല മുളച്ചുണ്ടാകുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണ്? ഇലമുളച്ചി, അലോവേര ഒക്കെ ഇതൊക്കെ ഇല മുളച്ച് ഉണ്ടാകുന്നതാണ്. Plants that grow in water are called water plants. Plants that grow in water are called water plants. അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? വാട്ടർ പ്ലാന്റ്സിന്റെ ബിഗ് ലീവ്സ് ആൻഡ് സ്റ്റെം ഈസ് ലോങ്. ഓക്കെ, ജലത്തിൽ വളരുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെ പറയാം? അസോള, ആഫ്രിക്കൻ പായൽ, ആമ്പൽ, കരിമ്പായൽ, കുളവാഴ, താമര. ഏതൊക്കെ? അസോള, ആഫ്രിക്കൻ മോസ്, ആംബർ, ബ്ലാക്ക് മോസ്, വാട്ടർ ഹയാസിൻ, ലോട്ടസ്. ഇവയൊക്കെ എന്തോന്നാണ്? ജലസസ്യങ്ങൾക്ക് ഉദാഹരണമാണ്, വാട്ടർ പ്ലാന്റ്സിന് എക്സാമ്പിളാണ്. അടുത്ത് പിന്നെ നമ്മൾ എന്തോന്നാണ് പറഞ്ഞാൽ ഒരു വിത്ത് മുളച്ചു വരുന്നത് എങ്ങനെയാണെന്ന് അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള ഈ എക്സ്പെരിമെൻ്റ് ഒന്ന് പഠിച്ചു വയ്ക്കണേ. അതെങ്ങനെയാണ് പൊടിച്ചു വരുന്നതെന്നും ഓരോ ദിവസത്തെ അതിൻ്റെ മുള വരുന്നത് ഒക്കെ ഒന്ന് നിരീക്ഷിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് എന്തോന്നാണ്? ഒരു ഗ്ലാസ് ടംബ്ലർ എടുക്കുക, പയർ വിത്ത്, പഞ്ഞി, വെള്ളം എന്നിവ എടുക്കുക. ഇതെല്ലാം എന്തോന്ന് ചെയ്യണം? ഗ്ലാസ് ടംബ്ലർ നിറയെ നനഞ്ഞ പഞ്ഞി വയ്ക്കുക, പഞ്ഞിക്കും ഗ്ലാസ്സിന് ഇടയിലായിട്ട് പയർ വിത്തുകൾ വെക്കുക, ദിവസവും പഞ്ഞി ചെറുതായിട്ട് നനച്ചു കൊടുക്കുക. 2 ദിവസങ്ങൾക്ക് ശേഷം പയർ വിത്തിൽ നിന്ന് മുള വരും. ആദ്യത്തെ ഭാഗം താഴേക്കും പിന്നെ വരുന്ന ഭാഗം മുകളിലേക്കും വളരുന്നു. താഴേക്ക് വളരുന്ന ഭാഗം വേരായി മാറുന്നു, മുകളിലേക്ക് വളരുന്ന ഭാഗം എന്തൊക്കെ ആയിട്ട് മാറുന്നു? തണ്ടയിലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ആ ഒരു എക്സ്പെരിമെന്റ്, വിത്തിനുള്ളിലെ ജീവൻ, അത് നോക്കണം. പിന്നെ ഓരോ ദിവസവും നിങ്ങൾ നട്ട് വളർത്തിയ ഒരു ചെടിമായി പ്ലാന്റ്, അതിൻ്റെ ഓരോ ദിവസം എന്തൊക്കെ പ്രത്യേകതകളാണ് ഉണ്ടാകുന്നതെന്ന് നിരീക്ഷിച്ച് എഴുതാനാണ്. നിങ്ങൾ നടുന്ന ചെടിയുടെ പേര്, പിന്നെ എന്തോന്നാണ് ഡേറ്റ് ഓഫ് പ്ലാന്റിങ്, ആ ചെടി നട്ട ദിവസം, മുള വന്ന ദിവസം, ഡേറ്റ് ഓഫ് ജെർമിനേഷൻ, ദ ഡേറ്റ് ഓഫ് ഫസ്റ്റ് സ്പ്രൗട്ട്, ദ ഡേറ്റ് ഓഫ് 2 ലീവ്സ് അപ്പിയറിങ്, ഒരില വന്ന ദിവസം, പിന്നെ രണ്ടാമത്തെ ഇല വന്ന ദിവസം, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ ചെടിയുടെ
ഹൈറ്റ്, തിക്നെസ്, വണ്ണോ, ഇലകളുടെ എണ്ണോ, പൂവുകൾ വിരിയുന്നത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണെന്ന്, കായ വരുന്നത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണെന്നൊക്കെ നിരീക്ഷിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്ത് നോക്കുക, അപ്പം പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അടുത്തത് വിത്തിൽ നിന്നല്ലാതെയും ചെടികൾ. ഏതൊക്കെ രീതിയിൽ നമ്മളിപ്പോൾ ചെടികൾ മുളപ്പിക്കുക? സീഡിൽ നിന്ന്, റൂട്ടിൽ നിന്ന്, സ്റ്റെമ്മിൽ നിന്ന്, ലീഫിൽ നിന്ന്. അപ്പൊ സീഡിൽ നിന്നുള്ളതിന് നമുക്ക് ഏതൊക്കെ പറയാം? പപ്പായ, ഗുവ, തണ്ണിമത്തൻ, ജാക്ക് ഫ്രൂട്ട്, മാംഗോ. പിന്നെ വേര് മുളച്ചുണ്ടാകുന്ന ഏതൊക്കെ പറയാം? കറി ലീഫ്, ബ്രെഡ് ലീഫ്. അടുത്ത് കിഴങ്ങ് ട്യൂബേഴ്സിൽ നിന്നുണ്ടാവുന്നത് ലെസറിയാം, എലിഫന്റിയാം, ടാരോ, പൊട്ടറ്റോ. പിന്നെ എന്തോന്നാണ് ഇല മുളച്ചുണ്ടാകുന്നത്? ഏതൊക്കെയാണ്? ഇലമുളച്ചി, ലൈഫ് പ്ലാന്റും അലോവേരയും. പിന്നെ തണ്ട് മുളച്ചുണ്ടാകുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണ്? സ്റ്റെമ്മിൽ നിന്നുണ്ടാകുന്നത് റോസ്, ഹിബിസ്കസ്, എസോറ. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.